invite Ms. Jolie Paul, former administrative staff, for the condolence message. Ma'am, please. ഏറെ വിഷമമുണ്ടാക്കിയൊരു വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഏവരും അറിയുവാനിടയായത്. നമ്മുടെ പ്രിയപ്പെട്ട സജി കൊച്ചമ്മയുടെ വേർപാടിലായിരിക്കുന്ന കുടുംബത്തോടുള്ള ദുഃഖം ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൊച്ചമ്മയെ പറ്റി ഓർക്കുമ്പോൾ ഏറെ നല്ല കാര്യങ്ങൾ തന്നെയാണ് മനസ്സിൽ കടന്നു വരുന്നത്. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കൊച്ചമ്മ ഇവിടെ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു പോകുന്ന അവസരത്തിൽ അന്ന് എല്ലാ വ്യക്തികളെയും അടുത്തുപോയി നേരിട്ട് കണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി കൊച്ചമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകട്ടെ, ക്ഷമിക്ക്, എല്ലാവരും വരണം, എന്നെ കൊണ്ടുവന്നാക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും അടുത്തുപോയി സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും എനിക്ക് നിങ്ങളെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് കൊച്ചമ്മ വളരെ സന്തോഷത്തോടെ എല്ലാവരും കൊച്ചമ്മേനെ കൊണ്ടുവന്നാക്കാൻ പോയി. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായിരുന്നു അന്ന്. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ കൊച്ചമ്മേനെ വിളിച്ചു, പക്ഷെ പല പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. ഒരു പ്രാവശ്യം കിട്ടിയപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, ജോളി ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചമ്മയെ പല പ്രാവശ്യം വിളിച്ചു. കിട്ടാത്തത് കൊണ്ടാണ്. വളരെ വേദനയിലിരിക്കുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ പോലും വളരെ സന്തോഷമായി സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും കൊച്ചമ്മ ചെയ്തു. എന്നെ എപ്പോഴും ഓരോ പരിപാടിയിലും ഈ ക്രിസ്തുമസിനൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പറയും, ഞാനില്ല കൊച്ചമ്മയെന്ന് പറയുമ്പോൾ, ജോളി മാറി നിൽക്കരുത്, വരണം എന്ന് പറഞ്ഞ് വളരെ എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടെ വിളിക്കുകയും പറയുകയും എപ്പോഴും ഏത് കാര്യത്തിലും ചെന്ന് സംസാരിക്കുകയും ഒക്കെയും ചെയ്യാൻ നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു കൊച്ചമ്മ എന്ന് പറയാൻ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഓർക്കുന്നത്, അതുപോലെ ചെറിയാൻ ചേട്ടന് സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇവിടെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ ആളുകൾ തന്നെ അധികം ഉണ്ടായിരുന്നില്ല. പല പ്രാവശ്യം ആശുപത്രിയിൽ നിന്ന് വിളിച്ചു, നമ്മൾ ചെല്ലണമെന്നും പറഞ്ഞ് വിളിച്ചപ്പം എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് കൊച്ചമ്മ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കൊച്ചമ്മ ഇങ്ങനെ വിഷമിച്ച് നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി കൊച്ചമ്മ? അത് ചെറിയാൻ എവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് വിളിച്ചു, നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ, ഇപ്പോഴല്ലേ പോകാൻ പറ്റിയെന്നും പറഞ്ഞ് ഭയങ്കര വിഷമമായിട്ട് നിന്നു. ഞാൻ പറഞ്ഞു, കൊച്ചമ്മേ, അവിടെ നിന്ന് വിളിച്ചത് ചുമ്മാ ഒന്നും വിളിച്ചതായിരിക്കില്ല, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ, പൈസയുടെ ആവശ്യങ്ങളുണ്ടാകും, അതുകൊണ്ട് ആയിരിക്കും നമ്മളെ പിന്നെയും വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ കൊച്ചമ്മ വേഗം, അയ്യോ ഞാൻ അത്രയും ചിന്തിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വേഗം, അന്ന് എനിക്ക് തോന്നുന്നത് മാമൻ സാറായിരുന്നു കൂടെ പോയത്, എല്ലാവരും പോയതിൻ്റെ കൂടെ. അപ്പം മാമൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ പൈസയുടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സാറത് ചെയ്തോളണം കേട്ടോ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം കേട്ടോ എന്ന് സാറ് വിളിച്ചു പറഞ്ഞു. കൊച്ചമ്മ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്ത് കാര്യവും ഏത് വലിപ്പ ചെറുപ്പം കൂടാതെ എപ്പോഴും കൊച്ചമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ കൊച്ചമ്മ എപ്പോഴും നല്ല ഒരു മനസ്സോടെ ആര് ചെന്നാലും ചിരിയോടെയൊക്കെ എല്ലാവരോടും ഇടപെടുന്നതൊക്കെയും ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ ആ മുഖത്തെ ചിരി ഒരിക്കലും മനസ്സിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാത്ത ഒരു ചിരി തന്നെയായി എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കും എന്ന് ഞാൻ ഓർക്കുന്നു. അതുപോലെ അച്ഛനാണെങ്കിലും, അച്ഛനും കൊച്ചമ്മയും ഞാൻ പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ക്രാരിയലിൽ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നതായിരുന്നു. ആ സമയത്തൊക്കെ ദൈവികമാകുന്ന സ്നേഹം കൂടുതലായി അനുഭവിക്കാനൊക്കെ കൊച്ചമ്മയിൽ നിന്നുമൊക്കെ ഇടയായിട്ടുണ്ട്. ഈ വടക്കൻ തിരുവിതാംകൂറിലെ മിക്ക ഇടവകയിലും അച്ഛനും കൊച്ചമ്മയ്ക്കും കടന്നു പോകാനും എല്ലാവരുമായിട്ട് സ്നേഹം പങ്കുവെക്കുവാനൊക്കെ സാധിച്ച ഒരു കുടുംബമാണ് കൊച്ചമ്മയുടെ ഒരു വലിയ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കൊച്ചമ്മയുടെ വേർപാടിൽ ആയിരിക്കുന്ന ജോൺസൺ മക്കളും സഹോദരങ്ങളും എല്ലാവർക്കും സർവശക്തനായ ദൈവം ശക്തിയും കൃപയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.